ഹരി ഓം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയെ മുടന്തനാക്കിയ രാവണൻ്റെ കഥയാണ്. നമുക്കറിയാവുന്നത് പോലെ ലങ്കാധിപതി മാത്രമല്ല അസുരരാജാവായ രാവണൻ. സപ്തർഷികളിൽ ഒരാളായ പുലസ്ത്യൻ്റെ പൗത്രനായ രാവണൻ ഉറച്ച ശിവഭക്തനും അഗാധ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. രാവണൻ രചിച്ച ശിവതാണ്ഡവ സ്തോത്രം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. രാവണൻ്റെ ഭാര്യ മണ്ഡോദരി മേഘനാഥന് ജന്മം നൽകുന്ന സമയത്ത് പുത്രൻ്റെ ദീർഘായുസ്സിനും ഐശ്വര്യത്തിനും ബുദ്ധിക്കും ധൈര്യത്തിനുമായി നവഗ്രഹങ്ങളോട് ശുഭസ്ഥാനത്ത് നിൽക്കാൻ രാവണൻ കൽപ്പിച്ചു. ശനിയോട് 14ാം സ്ഥാനത്ത് നിൽക്കുവാനും നിർദ്ദേശിച്ചു. ഇതിനായി എല്ലാ ഗ്രഹങ്ങളെയും രാവണൻ കീഴടക്കിയിരുന്നു. ശനി ഒഴിച്ചുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളും ഈ നിർദ്ദേശം അനുസരിച്ചു. എന്നാൽ ന്യായാധിപനായ ശനി രാവണൻ്റെ പ്രവൃത്തിയിൽ അതൃപ്തനായിരുന്നു. ഈ അന്യായം അംഗീകരിക്കാൻ മടിച്ച ശനി മേഘനാഥൻ്റെ ജനനസമയത്ത് വക്രദൃഷ്ടിയാൽ സ്ഥാനം മാറി നിന്നു. ഇതുകാരണം മേഘനാഥൻ്റെ ആയുസ് ഗ്രഹനിലപ്രകാരം മാറുകയും തന്മൂലം രാവണൻ ശനി പ്രകോപിതനാവുകയും ചെയ്തു. ആ ദേഷ്യത്താൽ രാവണൻ തൻ്റെ ഗദ കൊണ്ട് ശനിയുടെ കാലിൽ പ്രഹരമേൽപ്പിച്ചു. അങ്ങനെയാണ് ശനി മുടന്തനായത്. ഇതിൽ കോപാകുലനായ ശനി രാവണനെ ശപിച്ചു. ഹേ രാവണ, ത്രേതായുഗത്തിൽ നിന്റെ ലങ്കാപുരി മുഴുവനും അഗ്നിക്കിരയാവട്ടെ, നിന്റെ നാശം സംഭവിക്കട്ടെ. ദീർഘായുസ് നേടാനാവാത്ത രാവണൻ്റെ പുത്രൻ മേഘനാഥൻ ലക്ഷ്മണൻ്റെ അസ്ത്രമേറ്റാണ് രാമരാവണ യുദ്ധത്തിൽ മരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു കഥയുമായി വീണ്ടും വരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരി ഓം.